ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ വാപ്പാക്ക് ആക്സിഡന്റ് ആയത്. തലയ്ക്ക് ഇടതുഭാഗത്തായിരുന്നു വലിയൊരു പരിക്കായിരുന്നു. അവൻ ICU കടന്ന് തലച്ചോറ് വയറിൽ വെച്ച് അതിനുശേഷം വീണ്ടും തലച്ചോറിൽ വെച്ച് വലിയൊരു മേജർ ഓപ്പറേഷൻ ആയി കഴിഞ്ഞു. വലിയൊരു 1-2-3 മാസം ICUയിലും ഹോസ്പിറ്റലുമായി ജീവിച്ചു. എൻ്റെ ഉമ്മയാണ് വാപ്പാണ് നോക്കിയത്. ഞങ്ങളുടെ കുടുംബം മക്കളെ എൻ്റെ പെങ്ങന്മാരെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം എൻ്റെ ഉമ്മയാണ്. ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അതിനുശേഷം ഇത്രയും കാലം 3 കൊല്ലം ഞാൻ ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങുന്നുള്ളൂ. അപ്പോഴാണ് എൻ്റെ ഉമ്മക്ക് കിഡ്നിയുടെ അസുഖം ഞങ്ങൾ അറിഞ്ഞത്. അറിയുന്ന സമയത്ത് തന്നെ എൻ്റെ ഉമ്മാൻ്റെ 2 കിഡ്നിയും പൂർണ്ണമായും അത് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അറിയാൻ വൈകിപ്പോയി. ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമായ സാഹചര്യമായിരുന്നു. ഞങ്ങൾക്ക് ആവുന്നത് പോലെ ഉമ്മാനെ നോക്കി ഇത്രയും കാലം ഗുളിക കൊണ്ടൊക്കെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഡോക്ടർ യാതൊരു മുന്നോട്ട് പോയി ഉറപ്പായതിനു ശേഷം ഡയാലിസിസ് തുടങ്ങിയതാണ്. ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണ്. വാപ്പാൻ്റെ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനോ സ്വന്തമായി നീക്കാനോ കഴിയുന്നില്ല. ഒരാളുടെ സഹായം നിർബന്ധമാണ്. ഉമ്മ ഇത്രയും കാലം നോക്കി സഹായിച്ച് കയ്യിൽ മെഷീൻ ഉള്ളതുകൊണ്ട് വാപ്പാനെ നീപ്പിക്കാൻ സാധിക്കുന്നില്ല. ഉമ്മ തന്നെയാണ് നീപ്പിച്ചത്. ഇപ്പൊ വാപ്പാനെ പിടിക്കാൻ ഒരാൾ വേണം, ഉമ്മാനെ നോക്കാൻ ആൾ വേണം. ഞാൻ 2 മാസത്തിൻ്റെ ജോലിക്ക് പോയിട്ട് അപ്പോൾ വീട്ടിൽ തന്നെയാണ്. എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രമാണ് എൻ്റെ സമയം ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഞാൻ ജോലിക്ക് പോവാതെ ഇവരെ ഹോസ്പിറ്റലുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്ക് യാതൊരു അറിയില്ല. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് പുറത്ത് ഒന്നും പറ്റില്ല. മൂത്രമൊഴിക്കാനും കഴുകാനും ഒക്കെ അതിൻ്റെ ആളില്ല. ഞാനിവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാറ് വാങ്ങി ഡ്രൈവറായിട്ട് പോവുമായിരുന്നു. ഞാൻ എറണാകുളത്ത് ഡ്രൈവറായി പോയിട്ട് ഞാൻ ഇവരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ വീടും എല്ലാം നോക്കി മുന്നോട്ട് പോവുകയായിരുന്നു. ഞാൻ ആരോടും ഒന്നും പറയാതെയും 2 പേരെ നോക്കി മാസം ഗുളികകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയിരുന്നു. എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഡ്രൈവർ ജോലിയുണ്ട്, പക്ഷെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ സാഹചര്യമില്ല. യാതൊരു വിഷയത്തിലും വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളത് ഇപ്പോൾ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഏത് സമയം ഏത് നിമിഷവും ഇവർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യമാണ്.